Hey Cherries, I'm back. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ എപ്പിസോഡ്സ് ഒന്നും അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. അത് വേറൊന്നുകൊണ്ടല്ല, കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഹെൽത്തോട്ടും ഓക്കെ അല്ലായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് അന്നൊന്നും എൻ്റെ കൂടെ പിറപ്പായിട്ടുള്ള എൻ്റെ മടി. അത് ചെറിയ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഞാനതൊക്കെ മാറ്റി വെച്ചത് നിങ്ങൾക്ക് വേണ്ടി എപ്പിസോഡായിട്ട് വന്നിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ ഊർജ്ജം. Charming तू डार्लिंग तू रिचार्ज झालेली मॉर्निंग तू ब्लॅक अँड व्हाईट होता माझं लाईफ हे होऊन रंगीत आलीस तू होतो मी माझ्याच स्वप्नांच्या दुनियेत स्वप्नातली क्वीन झालीस तू my one and only प्रेम प्रेम तू स्वप्नात आली ती सेम सेम. എടാ മനെ, നീ കാര്യമായിട്ട് പറഞ്ഞാണോ? നിനക്ക് അവനോട് അങ്ങനത്തെ ഒരു ഫീലിങ്സ്? ഒന്ന് പോയടാ. ഞാനിതൊക്കെ ചുമ്മാ പറയുന്ന ദൈവന്മാർക്കും ആ പോയവനും നന്നായിട്ടറിയാം. എന്തിനാടാ നീ അവനെ അവിടുന്ന് വെറുതെ ഓടിച്ചു വിട്ടെ? അത് കൂടുതൽ നേരം അവനെ വിടുന്ന ശരിയാവില്ല. ഒന്നാമതേ അവൻ എനിക്കിട്ട് പണിയാൻ വേണ്ടി നടക്കുക. ഇന്ന് രാവിലത്തെ കാര്യത്തിന് ഓൾറെഡി ഞാൻ നിങ്ങളെല്ലാവരെയും കയ്യിൽ നിന്ന് ചീത്ത കേട്ടതാ. പിന്നെ അത് ഇവിടെ വന്നപ്പോൾ ഇവൻ ചോദിച്ചപ്പോൾ വീണ്ടും. ഇനി ഒരു പ്രാവശ്യം കൂടി എനിക്ക് കേൾക്കാൻ വയ്യടാ, അതുകൊണ്ടാ. എടാ, ക്ലാസ്സിൽ കയറണ്ടേ? അപ്പൊ ആര്യോ? അവനിപ്പോ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാകും. ഒന്നാമതേ ഇന്ന് ലേറ്റായി. വാടാ, ക്ലാസ്സിൽ കയറാം. എടാ, ഞാനില്ല, നിങ്ങൾ വിട്ടോ. എടാ, നീ എങ്ങോട്ടാ? കോഴിയോടാണ് അവിടെ പോകുന്നെന്ന് ചോദിക്കുന്നത്. ഓഫ്കോഴ്സ് അവനാണ് കോഴിത്തരം പുറത്തെടുക്കാൻ പോകുമായിരിക്കും, അല്ലേ കോഴി? വിച്ചു, അപ്പൊ ഗൈസൊക്കെ എല്ലാം പറഞ്ഞോലെ. ഹേ ഗേൾസ്. കോഴി. ഓ, തൽപര കക്ഷിയല്ല. എടാ വിച്ചു, പോവല്ലേ, ഞാനും വരുന്ന. നീ ഇനി വരണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. എടാ കുട്ടാ വിച്ചു. ഓ, എന്ത് ബോറിംഗ് ആയി ക്ലാസ്. ഓ, അൽപ്പടിപ്പി. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഇവന്മാരൊക്കെ എങ്ങനെയാണോ? ആഹാ, എല്ലാ ഉറക്കമാണല്ലോ. അതേതായാലും കൊള്ളാം. അപ്പൊ സ്റ്റുഡൻസ്, ഞാനിപ്പോ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ അറിയാവുന്നവർ എഴുന്നേറ്റ് ആൻസർ ചെയ്യ. ഓ, ക്വസ്റ്റ്യൻ ചോദിക്കുവാണല്ലോ. ശ്രദ്ധിച്ചിരിക്കാത്തോണ്ടാണെങ്കിൽ ഒരു കുന്തവും മനസ്സിലായതുമില്ല. ഇവന്മാരാണെങ്കിൽ നല്ല ഉറക്കം. ഒരു പണി കൊടുത്താലോ? എടാ ആര്യ, അമ്മനെ ജീവ, എടാ എഴുന്നേക്കടാ. എടാ, എന്താടാ എന്താടാ വെച്ചു നിനക്ക്? എന്താടാ എന്താ? എടാ, നിങ്ങളെ കുറെ നേരമായി സാറ് വിളിക്കുന്നു. ഒരു പായും തലങ്ങണിയും കിട്ടുവോ? ആടാ, നിനക്കിനി പായും തലങ്ങണിയോട് ഞാൻ ഉണ്ടാക്കി തരാം. എടാ കോപ്പയെ, നിന്നെ കുറെ നേരമായിട്ട് സാറ് വിളിക്കുന്നുണ്ട്. എന്നെയോ? എന്നെ എന്തിനാ ഇങ്ങനെ വിളിച്ച? ആ, അത് നീ ആ അഞ്ജലിയുടെ പുറക്കിടന്നില്ലേ? അവളുടെ പുറക്കിടന്ന് ശല്യപ്പെടുത്തിയെന്നോ അവൾക്ക് ലവ് ലെറ്റർ കൊടുത്തുന്നോ അങ്ങനെ എന്തൊക്കെയോ സാറ് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവനെ മാത്രമായിരുന്നല്ലേ സാറ് വിളിച്ചത്? ഇടജീവ, നമ്മളില്ല, നമ്മളെ രക്ഷപ്പെട്ട്. നിങ്ങൾ രണ്ടും കൂടുതലൊക്കെ എണിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും ഉണ്ട്. നിങ്ങൾ 3 പേരെയും സാറ് വിളിച്ചായിരുന്നു. ഞങ്ങളോ? അത് ഞങ്ങളെന്ത് ചെയ്ത്? ഇവനല്ലേ പുറക്കിടന്നു ലവ് ലെറ്റർ കൊടുത്തു ശല്യപ്പെടുത്തിയതൊക്കെ? ഓ, എന്റെ ചെവി, ഒന്ന് പതുക്കെ പറയടാ. അത് തന്നെയാ പറഞ്ഞത്. അവനല്ലേ ചെയ്തത്, ഞങ്ങളല്ലല്ലോ. നിങ്ങളെന്തോ ഇവന് കൂട്ടുന്നോ സപ്പോർട്ട് ചെയ്തെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളോ? എപ്പോ? എടാ വെച്ചു, സത്യമായിട്ട് ഞാൻ ഈ ആഴ്ച അഞ്ജലിയുടെ പുറകെ നടന്നിട്ടില്ല. ഞാൻ ആ സഞ്ജനയുടെ പുറകെയാണ് നടന്നത്. പിന്നെ ലെറ്ററൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ, അതുകൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചത്.
ഓ, അവന്റെ ഒരു പഴയ ഫാഷനും പുതിയ ഫാഷനും. ദേ, നിങ്ങൾക്ക് 3 പേർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എണീറ്റ് നിന്ന് സാറിനോട് പറ. അവർ 3 പേരും എഴുന്നേൽക്കാൻ പോയതും ഇതൊന്നും ശ്രദ്ധിക്കാതെ അഭി എഴുന്നേൽക്കാനായി തുടങ്ങി. സാർ, അയ്യോ, ഇവൻ എഴുന്നേറ്റിന്റെ പണി മൊത്തം പാളും. എടാ ബി, ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. എടാ നിക്ക്, ഞാൻ ഈ ആൻസർ ഒന്ന് പറയട്ടെ, എന്നിട്ട് വരാം. ഒരു മിനിറ്റ്. ആൻസർ ഒക്കെ അവന്മാര് പറഞ്ഞോളൂ, നീ ഇങ്ങ് വന്നേ. അതിന് അവന്മാർക്ക് ആൻസർ അറിയാവോ? അതൊക്കെ അറിയാം, ദേ ഇപ്പൊ പറയും, നീ നോക്കിക്കോ. സാറേ, ഇതെവിടെന്ന ഈ അപശബ്ദം? സർ, അത് ഞങ്ങളാ. ആ, നിങ്ങളായിരുന്നോ? 3 ഉണ്ടല്ലോ, പറ. സാർ, അവനാണ് ആ കുട്ടിയുടെ പുറകെ ശല്യപ്പെടുത്തിയതൊക്കെ. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സർ. നാറികള് ഒറ്റ കൊടുത്തിരിക്കുന്നു. എടാ വിച്ചോ, ഇവന്മാരിത് എന്തൊക്കെയാ പറയുന്നത്? നിക്ക്, ബാക്കി കൂടെ വരാനുണ്ട്, അപ്പൊ നിനക്ക് മനസ്സിലാകും. സർ, സത്യമായിട്ട് ഞാൻ ഈ ആഴ്ച അഞ്ജലിയുടെ പുറകെ നടന്നിട്ടില്ല സർ. ഞാൻ സഞ്ജനയുടെ പുറകെയാണ് നടന്നത്. പിന്നെ ലെറ്റർ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല സർ. ഞാൻ ആകെ മെസ്സേജ് മാത്രം അയച്ചുള്ളൂ സർ. ഞാൻ ആരെയും ശല്യപ്പെടുത്തിയിട്ടില്ല സർ. ഞാൻ കുറച്ച് സ്നേഹം ആ കുട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് അത് വേണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ ഇതിന് ശല്യമൊന്നും പറഞ്ഞ് ഇങ്ങനെ അപമാനിക്കരുതായിരുന്നു സർ. എനിക്ക് വിഷമായി. താനെന്താ കോക്കനട്ടാണോ ഈ പറയുന്നത്? അല്ല സാറല്ലേ പറയാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ ആൻസറാ. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ആൻസർ പറയാനാ പറഞ്ഞത്. അല്ലാത്ത എനിക്ക് തോന്നുന്നായിരുന്നു പറയാനല്ല. അത് സാർ, താനല്ലെങ്കിലേ ആള് ശരിയല്ല. അപ്പൊ സാർ, നിങ്ങളെയും കൂടി കൂട്ടിയാ പറഞ്ഞ. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വായി തോന്നിയതിരുന്ന് പറയുക. അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു തോന്നുന്നു. അത് ഇങ്ങേർക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കറിയില്ല. ഓ, ചക്കാന്ന് ചോദിച്ച മാങ്ങാന്നാ ഉത്തരം പറയുന്നത്. ഓ, അപ്പൊ സാർ ചക്കയെ പറ്റിയാണോ ചോദിച്ചത്? അത് നേരത്തെ പറയണ്ടായിരുന്നോ? ഓ, ഗെറ്റ് ഔട്ട്. കള്ളപ്പന്നി, പണി തന്നാണല്ലേ. നൈസായിട്ട് പുറത്തേക്ക് വാട്ടാ, നിനക്കുള്ള ഞാൻ തരാം. ഞാനൊന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അല്ല സാർ, അപ്പൊ ഞങ്ങളോ? ഒന്നിറങ്ങി പോടോ. അല്ല സാർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? താൻ ഇതുവരെ പോയില്ലേ? ചോദിക്ക്. അല്ല സാർ, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നോണ്ട് സാറിന് വല്ല പ്രോബ്ലം ഉണ്ടോ? ഓ, തന്നെ ഞാൻ. അയ്യോ വേണ്ട സാർ, ഞാൻ പോയി. ഇപ്പം ആ ചേട്ടൻ എന്തെടുക്കുമായിരിക്കും? മിക്കവാറും ക്ലാസ്സിലായിരിക്കും. കാണാൻ തോന്നല്ലോ. എന്നാലും ഇന്ന് കാണാൻ എന്ത് ലുക്കായിരുന്നു. ആ ചിരി, അയ്വാ. മിഹിക. ബട്ട് മിഹി അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ വിഹാനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, ഈ മിഹി ഇത് ഏത് ലോകത്താ? ടീച്ചർ വിളിക്കുന്നൊന്നും അവൾ കേൾക്കുന്നില്ലേ? മിഹിക. മിസ്, എന്താ? താനിത് ഏത് ലോകത്താടോ? തന്നെയല്ലേ ഈ വിളിക്കുന്നത്? ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിന്ത വേറെ എവിടെയോ ആണല്ലോ. അതെ മിസ്, ഞാൻ മിസ് ക്ലാസ് എടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആണോ? എന്നാ പറ, ഞാൻ എന്താ പഠിപ്പിച്ചേ? ഓ, പെട്ട്. എനിക്കെന്തിൻ്റെ കേടായിരുന്നു. ആഹാ, മിഹി പെട്ട്. പറ. അത് മിസ്, ഞാൻ മറന്നുപോയി. മറന്നുപോയെന്നല്ല, അറിയില്ലെന്ന് പറ. ശ്രദ്ധിച്ചിരിക്കാത്ത കാര്യങ്ങൾ എങ്ങനെ അറിയാനാ? തൻ്റെ പേരിൽ ഒരുപാട് പരാതി കിട്ടുന്നുണ്ടായിരുന്നു. ക്ലാസ്സിൽ ലേറ്റായി വരുന്നു, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത്രയും നാളത്തിനൊന്നും ആക്ഷൻ എടുക്കാതിരുന്നത് താൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലെങ്കിലും എക്സാംസിനൊക്കെ നല്ല മാർക്ക് മേടിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്താം. പക്ഷേ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇപ്പം ചെയ്തതിന് എന്തായാലും ഒരു പണിഷ്മെൻറ്റ് തന്നേ പറ്റൂ. സോ ഗെറ്റ് ഔട്ട്. മിസ്, എന്തേ പറഞ്ഞത് കേട്ടില്ലേ? ഗെറ്റ് ഔട്ട്. ഭാഗ്യം, ഈ ക്ലാസ്സിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് മിസ്സ് തന്നെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞ. താങ്ക് യു മിസ്. ഭാഗ്യം, അങ്ങനെ ബോറിംഗ് ക്ലാസ്സും കഴിഞ്ഞ്. ഞാനിനി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. അവൻ എനിക്ക് പണി തരാൻ അവിടെ തന്നെ ഉണ്ടാകും. എന്തെങ്കിലും ആവട്ടെ, പോയി നോക്കാം. കുട്ട വിച്ചു, എങ്ങോട്ടാ? നല്ല പരിചയമുള്ള വൃത്തികെട്ട ശബ്ദം. അമ്മൻ,
ഡാ അമ്മനെ. അതേടാ കുട്ടാ, അമ്മൻ തന്നെയാ. നീ എവിടെ നിക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഏയ് വേണ്ട, എനിക്ക് നിന്റെ കാര്യങ്ങളൊന്നും കേൾക്കണ്ട. അപ്പൊ ശരി പോട്ടെ. ഡാ ഓടരുത്, ഓടരുത്. ഓടിപ്പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മര്യാദക്ക് അവിടെ നിന്നോ വെച്ചു. ഇല്ല, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നിക്കത്തില്ല. ഓഫ്, മിസ്സിൻ്റെ വായിലിരിക്കുന്നതും കേട്ട് ഇവിടെ നിന്ന് വെറുതെ ആയോ? ആ ചേട്ടൻ എവിടെയും കാണുന്നില്ലല്ലോ. എന്നാലും ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ശേ, ആ ഇനിയിപ്പോൾ ഞാനിവിടെ ഉണ്ട്. എന്തിനാ, ഞാൻ പോവാ. നല്ല പരിചയമുള്ള ശബ്ദം. ഇന്ന് കാണാൻ പറ്റില്ലെന്ന് വിചാരിച്ചതാ, പക്ഷെ കണ്ട്. അല്ല, എന്നല്ല വോയിസ് ആരുടെയാ? അജുവേട്ടൻ? അജുവേട്ടൻ എങ്ങനെയാ ഇവിടെ? വെയിറ്റ്. ഓ മെഹിക്കോ, അജുവേട്ടൻ ഈ കോളേജിലാ പഠിക്കുന്നതെന്ന് നീ എന്താ ഓർക്കാതിരുന്നേ? ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ, അത് മതി. അല്ല, അജുവേട്ടൻ എന്താ വിഹാനേട്ടനെ വിളിച്ച? വിച്ചു എന്നോ? ദാറ്റ് മീൻസ് ദേ ആർ ഫ്രണ്ട്സ്. അങ്ങനെയാണെങ്കിൽ എനിക്കത് ലാഭമായല്ലോ. ഇനി വിഹാനേട്ടനെ പറ്റിയെല്ലാം അജുവേട്ടനെന്നറിയാം. എന്തായാലും പേരുള്ള വിച്ചു, ഐ ലൈക്ക് ഇറ്റ്. അപ്പൊ ഇനി മുതൽ ഞാനും അങ്ങനെ വിളിക്കും, വിച്ചുവേട്ടൻ. ഇതിപ്പാരാ? അജു, നീയോ? എന്താടാ നീ ഒന്ന് അവിടെ തന്നെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം പറച്ചിലൊക്കെ പിന്നെ ഇപ്പൊ നിക്കാൻ പറ്റില്ല. എടാ സീരിയസ് മാറ്ററാ, നീ നിക്ക്. ഓ ഇവനെ കൊണ്ട്. എന്താടാ പറ, എന്താ നിന്റെ ഇത്ര വലിയ സീരിയസ് മാറ്റർ? അത് പിന്നെ ആ സീരിയസ് മാറ്റർ പറയാനുള്ളത് എനിക്കല്ല, പിന്നെ ഇവനാ. ആർക്ക്? അമ്മൻ. അതെ എനിക്ക് തന്നെ. അപ്പൊ നീ ഇവനെന്നെ ഒറ്റ കൊടുത്തതാണല്ലേ? ചെറുതായിട്ട് സോറിയുടെ വെച്ചു, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് എനിക്കത് ചെയ്യേണ്ടി വന്നത്. കോപ്പ്. പിന്നെ എന്താണ് നിന്റെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം? എടാ അത് പിന്നെ അവൻ 2 കുപ്പി ബിയർ ഓഫർ ചെയ്തപ്പോ നാറി. എടാ 2 കുപ്പി ബിയറിന് വേണ്ടിയാണോ നീ ഞാൻ ഒറ്റ കൊടുത്തത്? എടാ അതിനെ പറ്റിപ്പോയി, നീ അങ്ങോട്ട് ക്ഷമിക്കാനല്ലേ? നീ ഓർത്തിരുന്നോ അജു, നിനക്ക് ഇതിനുള്ള പണി ഞാൻ തന്നിരിക്കും. അജു, നീ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. ബിച്ചു പറഞ്ഞതുപോലെ ചെയ്യുന്ന നിനക്കറിയാലോ. എടാ നീ പറഞ്ഞിട്ടല്ലേ ഞാൻ. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് കിട്ടാനുള്ളത് നീ മേടിച്ചോ. നിങ്ങളുടെ മാറ്റർ നിങ്ങളായി, നിങ്ങളുടെ പാടായി, നിങ്ങൾ എന്താന്ന് വെച്ച് ചെയ്യേ. പിന്നെ വെച്ചു, നിനക്കെന്നെ സീരിയസ് മാറ്റർ എന്താണെന്നറിയണ്ടേ? ഓ ഇവനിത് മറന്നില്ലേ? വേണ്ട, എനിക്കറിയണമെന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. വെച്ചു ഓടരുത്. എടാ എന്നെ വിടടാ. ഇല്ലടാ, നിന്നെ ഞാൻ വിടില്ല. നിനക്ക് എനിക്കിട്ട് പണി വെക്കണോലേടാ, നിനക്ക് ഞാൻ തരാം. എടാ പന്നി എന്റെ പുറത്തുനിന്ന് ഇറങ്ങടാ. ഇല്ലടാ, നീ എന്നെയും ചുമന്നോട്ട് പോയാൽ മതി. എങ്ങോട്ടാടാ പന്നി?
ക്യാൻറ്റീനിലോട്ട് പോട്ടെ. എന്തായാലും അവർ ബോണ്ടുള്ള എന്താ രസം അവരുടെ ബോണ്ട്. ഇതാരാ ഈ ടൈമില്? ആന്റി, ആ അജു, നീയോ? വാ കേറ്. അല്ല അജു, നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കാണാറേയില്ലല്ലോ. എന്ത് പറയാൻ ആന്റി, കോളേജും പഠിത്തമൊക്കെ ആയിട്ട് ഫുൾ ബിസി അല്ലേ? പിന്നെ ഭയങ്കര ബിസിയാ. അതെന്താ മിഷിക്കുട്ട അങ്ങനെ ഒരു ടോക്ക്? അല്ല, ആൻറ്റി വിളിക്കുമ്പോൾ പറയാറുണ്ട് പുന്നാരപുത്രൻ്റെ പഠിപ്പിനെ പറ്റിയൊക്കെ, അല്ല അമ്മ? ഓ അങ്ങനെ. അല്ല ആന്റി, ഇവിടുത്തെ ചോട്ടാ പാക്കറ്റ് എന്തേ? വന്നിട്ട് ഇത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ. നീരവും അവൻ ഉറങ്ങിയടാ. ഉറങ്ങിയോ? ഇത്ര നേരത്തെയോ? അതെ, വീഡിയോ ഗെയിം വാങ്ങിച്ചിട്ടുണ്ടരാൻ ഏട്ടനോട് വിളിച്ചു പറഞ്ഞതാ. ഏട്ടനാണെങ്കിൽ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ പിണങ്ങിപ്പോയി കിടന്നതാ, ഉറങ്ങിപ്പോയി. അപ്പം ശരി ഗൈസ്, എല്ലാം പറഞ്ഞോലെ ഞാൻ പോകും. അല്ല ആന്റി, മെഹി എന്തേ? വന്നിട്ട് ഇത്ര നേരമായിട്ടും അവളെ കണ്ടില്ലല്ലോ. ആ, അവൾ അവളുടെ റൂമിലുണ്ടാകും. റൂമിലോ? ഈ ടൈമിൽ സാധാരണ അവള് ടിവിയുടെ മുമ്പിലാണല്ലോ ഉണ്ടാവേണ്ടത്. ഇതെന്താ ഇപ്പൊ റൂമില്? ആ, ഇപ്പൊ അങ്ങനെയാ. ഏതോ സ്വപ്ന ലോകത്തെന്ന പോലെയാ പെണ്ണിന്റെ നടപ്പ്. എന്നെ പറ്റിയാണ് അവിടെ സംസാരം തോന്നുന്നു. എന്താണ്? ഞാനില്ലാത്ത ടൈം എന്നെ പറ്റി കുറ്റം പറയുവാണല്ലേ? പിന്നെ എനിക്കതാണല്ലോ പണി. ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ എൻ്റെ അമ്മ. അല്ല, ഇതാരും അജുവേട്ടനോ? തേടിയ വള്ളി കാലിച്ചിട്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ദേ ഇപ്പം സംഭവിച്ചു. ഇങ്ങനെ കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ഞാൻ. അപ്പതാ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അജുവേട്ടൻ എപ്പോഴാ വന്നേ? അജുവേട്ടാ? എന്താ മെഹി, നീ എന്താ ചോദിച്ച? അജുവേട്ടനത് ഏത് ലോകത്താ? ഏട്ടൻ എപ്പോഴാ വന്നേന്ന്? ഞാൻ വന്നിട്ട് കൊറേ നേരമായി. നിന്നെ ഇവിടെയും കാണാനുണ്ടായിരുന്നില്ലല്ലോ, അല്ല ആന്റി? അതെ അതെ, അത് ഞാൻ റൂമിലായിരുന്നു. എന്നാ ഞാൻ നിനക്ക് എന്തെങ്കിലും കുടിക്കാനെടുക്കാം. എന്റെ പൊന്നാന്റി, എനിക്കൊന്നും വേണ്ട. ഞാനിപ്പോ വീട്ടിൽ നിന്നാ വരുന്നത്. അമ്മ അവിടുന്ന് പയർ ഫുള്ളാക്കിട്ടാ വിട്ടെ. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഹോസ്റ്റലിലേക്ക് പോവാൻ. എന്നാ ശരി, നിങ്ങൾ സംസാരിക്കേ, ഞാൻ നീരവിനെ ഒന്ന് പോയി നോക്കട്ടെ. പിന്നെ പറ, കോളേജൊക്കെ എങ്ങനെ പോകുന്നു? ഓ, എന്ത് പറയാൻ, ക്ലാസ് സെമിനാറൊക്കെ ആയിട്ട് നല്ല ബോറായി പോകുന്നു. പിന്നെ ഫ്രണ്ട്സ് ഉള്ളതാണ് ഒരു സമാധാനം, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? അത് പറ. ഓ, അതിനെപ്പറ്റി ഒന്നും പറയണ്ട. അജുവേട്ടൻ പറഞ്ഞാൽ തന്നെ നല്ല ബോറായി പോകുന്നുണ്ട്. പിന്നെ വിച്ചുവേട്ടനുള്ളത് ആകെ ഒരു ആശ്വാസം. ഞാൻ ആ ചേട്ടനെ വായി നോക്കി സന്തോഷിക്കുന്നു. നീ എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അജുവേട്ടന് തോന്നിയതായിരിക്കും. ആണോ? ആ, ചിലപ്പോ ആയിരിക്കും. ഭാഗ്യം, രക്ഷപ്പെട്ടു. വിച്ചു ആണല്ലോ വിളിക്കുന്നത്. വിച്ചുവേട്ടനോ? മിഹി, ഒരു മിനിറ്റ്, ഞാൻ ഈ കോളൊന്ന് എടുക്കട്ടെ. അതിനെന്താ, അജുവേട്ടൻ സംസാരിച്ചോ? ഹലോ വിച്ചു, എന്താടാ? വിച്ചു അല്ലടാ, ഇത് ഞാനാ, അമൻ. അമനെ, നീയാ? നീ എന്താടാ വിച്ചുടെ ഫോണിൽ നിന്ന്? ആ
അപ്പൊ ഫിച്ചുവേട്ടനല്ലേ? അതെന്റെ ഫോൺ ചാർജർ ഡെഡായി കിടക്കും. അതാ ഞാൻ എന്റെ ഫോണിൽ വിളിച്ചത്. നീ എന്താടാ വിളിച്ച? അത് വേറൊന്നുമില്ലടാ, നീ വരുമ്പോ 2 ബിയർ അടിച്ചിട്ടേ. അപ്പൊ നീ എനിക്ക് മേടിച്ചു തരാന്ന് പറഞ്ഞ 2 കുപ്പിയോ? ഓ, നീ അത് മറന്നില്ലേടാ? ഞാൻ അങ്ങനെ അത് മറക്കുമോ നീ വിചാരിക്കണ്ട. എന്നാ പിന്നെ നീ അതോടെ കൂട്ടി 4 എണ്ണം മേടിച്ചോ. അപ്പൊ ക്യാഷോ? അത് നീ കൊടുത്തു, എനിക്ക് പ്രശ്നമില്ലടാ. എടാ നാറി, നീ എനിക്ക് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്യാഷ് ഞാൻ കൊടുക്കണല്ലേ? നീ കൊടുത്തോടാ, നീ കൊടുത്തു. എന്നാ പിന്നെ 2 എണ്ണം മേടിച്ചാ പോരെ? എടാ ഫോണിൽ വന്നേ. വെച്ചോ, എന്നാടാ? വേണ്ട, നീ 4 എണ്ണം മേടിച്ചോണ്ട് വരാ, നിന്നെ ഇതിന്റെ അകത്തേക്ക് എത്തത്തില്ല. വെച്ചു, നീ പ്രതികാരം വീട്ടുവാണോടാ? വിച്ചു എന്നല്ലേ പറഞ്ഞേ? അപ്പോ ഫിച്ചുവേട്ടനാണോ ഇപ്പൊ സംസാരിക്കുന്നത്? അല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അച്ചു? പോടാ. അപ്പൊ പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 4 കുപ്പി. ശരിയെന്നാ. മര്യാദക്ക് 2 പറഞ്ഞത് എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഞാനായിട്ട് പറഞ്ഞത് 4 ആക്കി. മിണ്ടാതിരുന്നാ മതിയായിരുന്നു. എന്താ ചേട്ടാ, എന്താ പറ്റിയ? അതൊന്നുമില്ല മിഹി, ഫ്രണ്ട്സ് വിളിച്ചതാ. അല്ലേട്ടാ, ഇപ്പൊ പറഞ്ഞ വിച്ചു അമ്മൻ അതൊക്കെയാണോ ഏട്ടൻ്റെ ഫ്രണ്ട്സ്? അതെ, എന്താ മിഹി? ഏയ് ചുമ്മാ. അല്ല, അവരൊക്കെ എങ്ങനെയാ? അവരൊക്കെ എങ്ങനെയാന്ന് ചോദിച്ച? അല്ല, ഞാൻ ഏട്ടൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ വെറുതെ ഒരു ക്യൂരിയോസിറ്റി. ഓ അങ്ങനെ. എന്നാ വാ, നിനക്ക് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തരാം. നേരിട്ടോ? അല്ലടി, ഫോണില്. ഓ, വല്ലാതെ ആഗ്രഹിച്ച്. ഫോണിലെങ്കിൽ ഫോണില്. ദേ, ഇത് വിഹാൻ. നേരത്തെ വിച്ചു എന്ന് പറഞ്ഞില്ലേ? അതിവനാ. ഞങ്ങളെല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. എവിടെയാ? ഞാൻ നോക്കട്ടെ. ഓ, എന്നെ ലുക്കാ കാണാൻ. ഇവനെ പറ്റി പറയാനാണെങ്കിൽ ഹീസ് എ കോളേജ് ഹീറോ. കോളേജിലെ ഹീറോ ആണെന്ന് തന്നെ അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓഫ് കോഴ്സ് ഇവന്റെ പുറകെ ഒരുപാട് ഗേൾസ് എടുക്കുന്നുണ്ട്. ഓ, വിച്ചുവേട്ടന് ഗേൾ ഫ്രണ്ട് ഉണ്ടോയെന്ന് എങ്ങനെയാ അറിയാം? അച്ചുവേട്ടൻ്റെ അടുത്ത് ചോദിച്ചാലോ? വേണോ? ചോദിക്കാം. അപ്പോൾ ഈ ചേട്ടന് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ലേ? ഗോഡ്, ഉണ്ടെന്ന് മാത്രം പറയല്ലേ. ഇവനോ? ഇവനും ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല. ഇപ്പോഴൊന്ന് സമാധാനായേ. അവൻ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിലൊക്കെ വിശ്വസിക്കുന്ന ആളാ. അതുകൊണ്ട് ടൈം പാസ് റിലേഷൻ ഒന്നും അവൻ നിൽക്കില്ല. അപ്പം ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റൊക്കെ സത്യമാണല്ലേ? അല്ലെങ്കിൽ ഒരാളതിൽ വിശ്വസിക്കോ? പിന്നെ ഇതവൻ, ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ കോഴിയെന്ന് തന്നെ പറയാം. പക്ഷേ ആളൊരു പാവമാണ് കേട്ടോ. കോഴിയോ? കൊള്ളാലോ, കാണാൻ ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചേട്ടൻ്റെ പുറകെ ഗേൾസ് ഒന്നുമില്ലേ? പിന്നെ ഇവന്റെ പുറകെ ഗേൾസ് ഉണ്ട്. പക്ഷേ ഇവന് പുറകെ നടക്കുന്ന ഗേൾസിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇവന് ഗേൾസിനെ പുറകെ നടന്ന് വളയ്ക്കുന്നതിലാ ഇൻട്രസ്റ്റ്. കൊള്ളാലോ, ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണല്ലോ. പിന്നെ ഇതാര്യ, ഇത് അബി, ഇത് ജീവ, ഇത് തു. ആര്യയെ പറ്റി പറയുവാണെങ്കിൽ അവൻ കൂൾ ആൻഡ് ഫ്രണ്ട്ലി ടൈപ്പാ. പിന്നെ ആര്യ അവനെ നേരെ കണ്ടാട്ടിയ, പക്ഷേ ഫ്രണ്ട്ലി ഫൈറ്റ് ആണെന്ന് മാത്രം. പിന്നെ അബിയെ പറ്റി പറയുവാണെങ്കിൽ അവനൊരു പഠിപ്പിയ, പക്ഷേ ബുദ്ധി ടൈപ്പ് അല്ല കേട്ടോ. പിന്നെ ജീവയെ പറ്റി പറയുവാണെങ്കിൽ അവനാളൊരു ബ്യൂട്ടി കോൺഷ്യസ്. ബ്യൂട്ടി പ്രോഡക്ട്സ് ഗേൾസിന്റെ കയ്യിലുണ്ടാവണേക്കാൾ കൂടുതൽ ഇവന്റെ കയ്യിലുണ്ടാകാം. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും മേടിക്കേണ്ടി വരാറില്ല. ആവശ്യം വന്ന് ഞങ്ങൾ അവനെ ഊറ്റും. അതേതായാലും കൊള്ളാം. ഇങ്ങനത്തെ ചില ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അങ്ങനെ ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഏതു, അവനാളൊരു കൂൾ മൈൻഡാ, പിന്നെ ഫ്രണ്ട്ലി ടൈപ്പ്. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണല്ലോ. അതെ, പിന്നെ സുന്ദരനും സുമുഖനുമായ ഈ ഞാൻ. എന്തോ? എങ്ങനെ? എന്താ വേഗൂട്ട, എന്താ എനിക്കൊരു കുറവ്? നീ പറ. ഏയ്, ഒരു കുറവുമില്ല. എന്റെ ചേട്ടൻ പണ്ടേ ലുക്കല്ലേ. അതാണ്.
പിന്നെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര കമ്പനിയാണെങ്കിലും അമലിന്റെ വിച്ചുവിന്റെ ബോണ്ട് അതൊരു സ്പെഷ്യൽ ബോണ്ടാ. ബിക്കോസ് ദേ ആർ സോൾമേറ്റ്സ്. സോൾമേറ്റ്സോ? കൊള്ളാലോ. അതെ, സോൾമേറ്റ്സ്. പിന്നെ എന്റെ ചെക്കന്മാരൊക്കെ പക്കാ ഡീസന്റ്. ആ അതെ, നേരത്തെ ആ കുപ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴേ അത് മനസ്സിലായി. നീ കേട്ടായിരുന്നല്ലേ? ആ കേട്ടു. മിഹി അത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് പേരല്ലേ, വേറെല്ലാം കൊണ്ട് ഞങ്ങൾ ഡീസന്റാ. ആ ആയാ മതി. ഇവളെന്തേ ഷോക്കായിരിക്കുന്ന? ആഹ് കലക്കി വിച്ചോടെ ഏൽപ്പിക്കാണ്ടിട്ടാണോ നീ എപ്പോഴാടി ഇതൊക്കെ എടുത്ത്? നീ ഇങ്ങ് തന്നെ, ഇനി നീ കൂടുതൽ നോക്കിയാൽ ശരിയാവില്ല. അതെന്താ? ആ അതങ്ങനെയാ. ഗോഡ്, വിച്ചോട്ടൻ ഇത്രക്ക് ഹോട്ടായിരുന്നു. കണ്ടും പോയി. ഇനി ഉറങ്ങാൻ പറ്റുമോ ആവോ. എന്തായാലും എനിക്കിഷ്ടായി. ശോ. എടാ അലവലാതി, നീ എന്നെ പേടിപ്പിച്ച് കൊല്ലൂ. അയ്യോ, നീ എപ്പോഴും എനിക്കല്ലേ പണി തരുന്നേ. അപ്പൊ ഈ ഒരു പണി ഞാൻ നിനക്ക് തന്നില്ലെങ്കിൽ അതെങ്ങനെ ശരിയാകും? He love how I ride it. Hop on a dick, I made him get excited. This pussy off limits for lame niggas. You feel me like you got some pain in you. ഓഹോ, അങ്ങനെ അല്ലേ? ശരിയാക്കി തരാം. ആ കഴുത്തീന്ന് വിടടി പിശാശ്. ഇല്ലടാ, നീ കാരണം ഇപ്പൊ എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വന്നിരുന്നെങ്കിലോ. അതങ്ങനെയൊന്നും വരൂല. ഹാർട്ട് അറ്റാക്കിന് പോലും നിന്നെ പേടിയാടി. എന്താന്ന്? അയ്യോ ഒന്നുമില്ലായേ, ഞാനിനി ഇത് ആവർത്തിക്കൂല. എന്റെ കഴുത്തീന്ന് വിട കുരുപ്പേ. ഇത്തവണത്തേക്ക് നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ഓ, എനിക്ക് എന്തിന്റെ കേടായിരുന്നു. എന്റെ കഴുത്ത് ഇളിക്കുന്നു. സ്നേഹം കൊണ്ടല്ലേ? പിന്നെ കഴുത്തിനടിച്ച് കൊല്ലാൻ നോക്കിയാണല്ലോ സ്നേഹം കാണിക്കുന്നത്. മിക്കവാറും അടുത്ത ലീവ് എടുക്കേണ്ടി വരും. ഇനി നീ ലീവ് എടുത്താൽ നിന്നെ ഞാൻ കൊല്ലും. പറ, ഇത്രയും നാൾ എവിടെ ആയിരുന്നു? ഓ, അതൊന്നും പറയണ്ട. ആ എന്നാ പറയണ്ട. അങ്ങനെ പറയലേ, ഞാൻ പറയാ. വേട്ടതേ. ആ പറയാന്നേ. ആ എന്നാ പറ. അതൊരു വലിയ സ്റ്റോറിയാ. അമ്മയുടെ അമ്മായിയുടെ വക്കീല നാത്തൂന്റെ മുത്തശ്ശിയുടെ ഹസ്ബൻഡ് ചെറുതായിട്ടൊന്ന് വടിയായി. യു മീൻ മുത്തശ്ശൻ? അതെ അതെ, അറിയോ മുത്തശ്ശൻ. എന്നാലും ഇതങ്ങ് ശരിയാവുന്നില്ലല്ലോ. അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. നീ ഉണ്ടായിരുന്നേ. അതിന് നീ ഇത്രയും ദിവസം ലീവ് എടുക്കാനായിട്ട് ഇത് നിന്റെ അടുത്ത റിലേഷൻ ഒന്നുമല്ലല്ലോ. ഒരു മുള്ളിയപ്പ് തെറിച്ച ബന്ധം. സത്യം പറ ഉരുപ്പേ, നീ എന്തിനാ ലീവ് എടുത്തേ? മടി. ആ ഇത് സത്യം. എന്റെ പൊന്നുമിഹി, വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ ചാൻസ് വരത്തുള്ളൂ. അപ്പൊ അങ്ങ് ലീവ് എടുത്തേക്കണം. പറയുമ്പോ എന്തോ എന്റെ മുത്തച്ഛൻ. ഓ, നിന്നെ കൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നടാ? കഴിവാണ് കഴിവ്. അതെ, നീ ഒരു കഴിവേറി തന്നെ. ഏറെക്കുറെ. അല്ല, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? ക്ലാസ്സിൽ കയറണ്ടേ? ഓ, ഇനിയിപ്പോ ക്ലാസ്സിൽ കയറണോ? എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാലും വാ, വെറുതെ ഒന്ന് പോയിട്ട് വരാം. ആഹാ, വിക്രമാദിത്യനും വേതാളം എത്തിയല്ലോ. വിക്രമാദിത്യനും വേതാളോ? പറാടി, ആര് വിക്രമാദിത്യൻ, ആര് വേതാളം? വേതാളം കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നില്ല. എവിടെ പോയതായിരുന്നു? യു കോൾ മീ വേതാളം? അവളെന്റെ മുഖത്ത് നോക്കി വേതാളം എന്ന് വിളിച്ച്. മേക്കോട്ടാ, പ്രതികരിക്ക്. എന്തിന്? അവളിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേരിലടാ വിളിച്ചത്. അവളൊരു സത്യം പറഞ്ഞില്ലേ, നീ അഭിമാനിക്ക്. മേക്കുട്ടാ, നീയും? ചെറുതായിട്ട്.
അല്ല മിസ്റ്റർ വേതാളം, ഇത്ര നാൾ എവിടെ ആയിരുന്നു? കാണുവാനുണ്ടായിരുന്നില്ലല്ലോ. ഇത്ര നാൾ കാണാതിരുന്നപ്പോൾ പത്രത്തിൽ പരസ്യം കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പറ, എവിടെ ആയിരുന്നു? ഓ അതോ, ഇറ്റ്സ് എ ലോങ് ലോങ്. എന്നെ പൊന്നിയാതു, ഇനി നിൻ്റെ ആ സ്റ്റോറി ബുക്ക് തുറക്കരുത്. മിഷി, നിനക്കിത് അറിയണമെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും അവൻ്റെ അടുത്ത് ചോദിച്ചോ. ഇനി ആ സ്റ്റോറി ഒന്നുകൂടി കേൾക്കാനുള്ള ത്രാണി എനിക്കില്ല. അവനും അവൻ്റെ ഒരു മുത്തശ്ശനും. നിങ്ങളൊക്കെ എങ്ങനെയാടാ ക്ലാസ്സിലിരുന്ന്? എനിക്ക് അവിടെ ഇരുന്നിട്ട് ബോറടിച്ചിട്ട് പാടുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാ മതിയെന്നായിരുന്നു. എന്റെ പൊന്ന് വെച്ചു, സെയിം അവസ്ഥ. അവിടെ ഇരുന്നിട്ട് എനിക്ക് വീർപ്പ് കൂട്ടുമായിരുന്നു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി പോന്നാ മതിയെന്നായിരുന്നു. അതേടാ, അവിടെ ഇരുന്നിട്ട് ഉറക്കം തൂങ്ങുമായിരുന്നു. ആടാ, ഞങ്ങളും അതിനെപ്പറ്റി തന്നെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അതെ, പോടാ അവിടുന്ന്. ബോറിംഗ് ഒന്നും ആയിരുന്നില്ല, നല്ല ക്ലാസ് ആയിരുന്നു. അതിന് നിനക്കേതാ ബോറിംഗ് ആയിട്ടുള്ള ക്ലാസ്? അല്പം അടിപ്പിയല്ലേ നീ എന്റെ പൊന്നു മോനെ. ആ, അവൻ പറഞ്ഞാ ശരി, ബോറിംഗ് ഒന്നും ആയിരുന്നില്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആയിരുന്നു. ഓഹോ, അങ്ങനെയാണോ? എന്നാ പറ, ഏതായിരുന്നു സബ്ജക്റ്റ്? അത് പറ. മറന്നുപോയി. ഓ, അല്ല, അതോടെ കിടന്ന് ഉറങ്ങുമായിരുന്നില്ല അല്ലേ? എന്റെ പൊന്നടവ, ഇവൻ ആ റൂമിൽ കേറിയപ്പോ മൂലം അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അങ്ങോട്ട് ക്ലാസ്സിലേക്ക് കയറുന്ന കണ്ടു, അവിടെ കിടന്ന് ഉറങ്ങുന്നതും കണ്ടു. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവൻ പറയുമോ ക്ലാസ് ബോറിംഗ് അല്ലായിരുന്നു. അതിനെല്ലാം കേട്ടിട്ട് വേണ്ടേ? എടാ വിച്ചു, അമ്മനെ. എടാ, അത് നീയല്ലേ? അവളെന്തേ ഓടി വരുന്ന? എവിടെ? ശരിയാണല്ലോ, പറഞ്ഞോളൂ. ഇവളെന്തേ ഓടി വരുന്ന? എന്താടി, എന്താ പറ്റിയേ? എടാ, അത് പിന്നെ നമ്മുടെ ക്ലാസ്സിൽ അനുവില്ലേ, അവൾ അവിടെ ഇരുന്ന് കരയുവാ. കരയുന്നോ? എന്തിന്? എടാ, അവൾ ആ ക്യാൻറ്റീനിൽ പോയി വന്ന ടൈമിൽ ആ റോയും ഗ്യാങ് കൂടി അവളുടെ എന്തോ മോശമായിട്ട് ബിഹേവ് ചെയ്യും, പിന്നെ കൈ കയറി പിടിച്ച് അങ്ങനെ എന്തോ മൊത്തത്തിൽ സീനാക്കി. എടാ, ഇവന്മാർക്ക് എന്താടാ കിട്ടിയതൊന്നും പോരെ? കഴിഞ്ഞ പ്രാവശ്യം 2 കൊടുത്ത് വോൺ ചെയ്ത് വിട്ടതാ. ഇവന്മാര് കിട്ടിയ പഠിക്കത്തില്ല. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? അവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും വാ, നമുക്ക് സേട്ടന്മാരുടെ അടുത്ത് നന്നായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വരാം. അപ്പൊ എങ്ങനെയാ, കൊടുക്കുമല്ലേ? പിന്നല്ല. എന്നാ വാ, അവന് പോയി കുറച്ച് ഉപദേശം കൊടുത്തിട്ട് വരാം. ചേട്ടാ, 7 മുട്ട പപ്സ്, 7 ലൈമ് എടുത്തു വെച്ചേക്കേ. എന്തിനാണ് ഇത്ര നേരത്തെ നീ ഓർഡർ ചെയ്ത? അതെ, ഉപദേശം കൊടുത്തു വരുമ്പോഴത്തേക്കും നന്നായിട്ട് ക്ഷീണിക്കും. അപ്പൊ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ, ദേ ഇരിക്കുന്നവന്മാര്. അല്ലിതാര് കോളേജ് ഹീറോസാ? എന്താണോ ഞങ്ങളുടെ അടുത്തേക്ക്? ആടാ, ഹീറോസ് തന്നെയാ. എന്തി? പിന്നെ നിന്റെ അടുത്തേക്കൊന്നും വരാനായിട്ട് ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. വരാനുള്ള റീസൺ നിങ്ങളൊക്കെ തന്നെയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാ പിന്നെന്ത് ചെയ്യാനാ? വന്നല്ലേ പറ്റൂ. ഓ, അങ്ങനെ. എന്തെന്നറിയില്ലടാ, നിന്നെയൊക്കെ കുറച്ചു ദിവസം കണ്ടില്ലെങ്കിലേ എന്തോ ഒരു വിഷമോ, എന്തെന്നറിയില്ല. ഓ റിയലി? ഇതൊക്കെ നേരത്തെ പറയണ്ടേ? പറഞ്ഞാലേ ചേട്ടന്മാർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നിന്റെ വിഷമം ഞങ്ങള് മാറ്റിത്തരാടാ. പറഞ്ഞു നിക്കാതെ നമുക്ക് അവന്റെ വിഷമം അങ്ങ് മാറ്റി കൊടുത്തേക്കാ വെച്ചു. ഡോപ്പെ കൂടുതൽ നിങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരല്ലേ? ഡോ, സീരിയസ് ആയിട്ടൊരു കാര്യം അവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ അതിന്റെ ഇടക്ക് അവൻ ഡയലോഗ് അടിക്കാൻ വേണ്ടി വന്നേക്കുന്നു.
ഡോ നിന്നെയൊക്കെ ഡോ പുല്ല്, നിന്നോടൊക്കെ അല്ലേ നേരത്തെ പറഞ്ഞത് അവിടെ ഒരു സീരിയസ് ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടക്കവന്മാര്. പോട്ടെ, നമുക്കിനി വിഷയത്തിലേക്ക് വരാം. നിന്റെ അടുത്തൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, നിന്റെയൊക്കെ മറ്റടുത്ത പരിപാടിയായിട്ട് ഗേൾസിന്റെ അടുത്തേക്ക് ചെല്ലരുതെന്ന്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലാസ്സിലെ ഗേൾസിന്റെ അടുത്തേക്ക്. സോ നീ ഒന്നും പറഞ്ഞാ കേക്കില്ല, എന്നാ പിന്നെ അത് മനസ്സിലാക്കി തരാന്ന് വിചാരിച്ചു. അപ്പൊ എങ്ങനെയാ, മക്കള് കൊള്ളാൻ റെഡിയല്ലേ? ചേട്ടന്മാരിവിടെ തരാൻ റെഡിയാ. പിന്നെ നീയൊക്കെ ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കും, ചിലക്കത പോവാൻ നോക്കടാ. ഉണ്ടാക്കൂലെന്ന് കാണിച്ചു തരാടാ. തരാൻ വന്നിട്ടുണ്ടെങ്കി തന്നിട്ടേ പോവൂടാ. അല്ല, ഇവന്മാരും ഇവളുമാരൊക്കെ എങ്ങോട്ടേ ഓടുന്ന? എനിക്കങ്ങനെ അറിയാനാ കുറിപ്പേ, ഞാൻ ഇത്രയും നേരം നിന്റെ ഒപ്പം ഇല്ലായിരുന്നു. വാ ചോദിച്ചു നോക്കാം. ഹേയ് ജെനി, നിങ്ങളൊക്കെ എങ്ങോട്ടേ ഓടുന്നേ? അതോ, എടാ അപ്പുറത്തെ കോളേജിൽ അടി നടക്കുക. അടിയോ? മിഹി വാ, നമുക്കും പോവാം. എവിടെ? എടി, അപ്പുറത്തെ കോളേജിൽ ഗ്രൗണ്ടിലേക്ക് നോക്ക്. എന്റെ പൊന്നോ മപ്പിടി. വിച്ചുവേട്ടനും ഗ്യാങ്ങാണല്ലോ അടിക്കുന്നത്. ഇങ്ങേർക്ക് ഇങ്ങനൊരു ഭാവം ഉണ്ടായിരുന്നു? അത് വിച്ചുവേട്ടനും എത്തുമൊക്കെയല്ലേ? ഓ പൊളി, എന്താ അടിയാ ഇത്? ഇവനും വിച്ചുവേട്ടൻ അറിയോ? അപ്പോൾ വിച്ചുവേട്ടൻ അറിയാതിരുന്നത് ഞാൻ മാത്രമാണോ? ഏതായാലും ഇത് കഴിയട്ടെ, എന്നിട്ട് ചോദിക്കാം. വാട്ട് ഹാപ്പനിങ് ഹിയർ? എന്താ ഇവിടെ നടക്കുന്നത്? Stop this. I said stop this. Sir, ഞങ്ങളല്ല ഇവരെ, ഞങ്ങളെ. I don't want to hear anything. ഇപ്പൊ തന്നെ എല്ലാം എന്റെ ഓഫീസ് റൂമിൽ എത്തിയിരിക്കണം. പറഞ്ഞത് കേട്ടല്ലോ, മക്കളങ്ങോട്ട് പോരെ. നിങ്ങൾക്കുള്ളത് ഞാൻ അവിടെ തരാം. സുഭാഷ്, ഒരു സസ്പെൻഷൻ ഉറപ്പായി. എടാ, അതവരെ പ്രിൻസി അല്ലേ? അതെ മിഹി, അതാ ഒരു പ്രിൻസി. ഇങ്ങനെ കറക്റ്റ് ടൈമിലേക്ക് കയറി വരാൻ കണ്ടുള്ളൂ. ഈ അടി ഒന്ന് കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? ശരി. അല്ല, നിനക്കെങ്ങനെ വിച്ചോട്ടൻ അറിയാം? എനിക്കെങ്ങനെ അറിയാമോ? എടി, എന്റെ ഏട്ടന്റെ ഫ്രണ്ടായി വിച്ചോട്ടനൊക്കെ. നിന്റെ ഏട്ടന്റെ ഫ്രണ്ടോ? അല്ല, നിന്റെ ഏട്ടൻ ഏതാ? ശരി. എടി, അവരുടെ കൂട്ടത്തിലെ എതു, അത് എന്റെ ഏട്ടനാ. അത് നിന്റെ ഏട്ടനായിരുന്നോ? അതെ. അല്ല, നിനക്കെങ്ങനെ വിച്ചേട്ടൻ എന്റെ ഏട്ടനെയൊക്കെ അറിയുന്ന? അത് ഇതുപോലെ എൻ്റെ കസിൻ ബ്രദർ അവിടെയാ പഠിക്കുന്നത്. ഇതുപോലെ വിച്ചേട്ടൻ്റെ ഫ്രണ്ടാ. സോ ഏട്ടൻ പറഞ്ഞ് വിച്ചേട്ടനെയും എതുവേട്ടനെയും ഒക്കെ എനിക്കറിയാം. ഓ, അപ്പടിയാ? ആമാ, അപ്പടിത്താ. അതോ എന്താ ഈ വിച്ചേട്ടൻ എങ്ങനെയാ? വിച്ചേട്ടൻ എങ്ങനെയാന്ന് ചോദിച്ചേനാ? അല്ല, വിച്ചേട്ടൻ്റെ സ്വഭാവമൊക്കെ. പെട്ടെന്നെന്തപ്പോ ഒരു വിച്ചേട്ടനെ പറ്റിയുള്ള ചോദ്യം? ചുമ്മാ വെറുതെ. ശരിക്കും വെറുതെ ആണോ? ഓ, എനിക്കറിയണ്ട, ഞാൻ പോവാ. ഞാൻ പിടിച്ചോളാം. മിഹി, പോവല്ലേ, ഞാൻ പറഞ്ഞുതരാം.